നമസ്കാരം. രാജ്യത്ത് ദേശീയ പണിമുടക്ക് 12 മണി മുതൽ തന്നെ ആരംഭിച്ചു. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൊഴിലാളി സമരമാണ്, ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ദേശീയ പണിമുടക്കാണോ, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പണിമുടക്കാണോ എന്നത് ഇനി കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ അവശ്യ സർവീസുകൾ ആണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും കേരളത്തിൽ പോലും ഭാഗികമായി മാത്രമേ ഈ തൊഴിലാളി സമരം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം BMSന്റെ തൊഴിലാളികൾ സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിലും ഇവർ പോകരുത് എന്ന് പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും പോകുന്നുണ്ട്. കാരണം ഈ തൊഴിലാളി സമരം സത്യത്തിൽ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത സമരമാണെന്ന് വ്യക്തത BMSന് ഉള്ളത് കൊണ്ടാണ് അവരുടെ ജോലി നോക്കി എല്ലാ സ്ഥാപനങ്ങളിലേക്കും പോകുന്നത്. ഇനി കേരളത്തിന് പുറത്തേക്ക് കടന്നാലോ, അവിടെ എന്താണോ ഒരു നോർമലായ ദിവസത്തെ സാഹചര്യം, അതേ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ആ സംസ്ഥാനങ്ങളിലൊക്കെയും തൊഴിലാളികൾ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നതും അവരവരുടെ ജോലികൾ നിർവഹിക്കുന്നതും. അവിടെ എല്ലാ തൊഴിലാളികളും, സർക്കാർ ജീവനക്കാരായിക്കോട്ടെ, തെരുവ് കച്ചവടക്കാരായിക്കോട്ടെ, ടാക്സി ജീവനക്കാരായിക്കോട്ടെ, റിക്ഷ ജീവനക്കാരായിക്കോട്ടെ, അങ്ങനെ എല്ലാ തൊഴിലാളികളും അവരവരുടേതായ തൊഴിലിടങ്ങളിൽ വളരെ മര്യാദയ്ക്ക് തൊഴിൽ ചെയ്യുന്നുണ്ട്. ഒരു നോർമലായ ദിവസം പോലെ തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഈ പൊതു പണിമുടക്ക്, ദേശീയ പൊതു പണിമുടക്ക് എന്നത് സത്യത്തിൽ ആർക്കും തന്നെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇതുകൊണ്ട് പ്രധാനമായിട്ടും പ്രശ്നമുണ്ടാകുന്നത് കേരളത്തിൽ ഇനി നിക്ഷേപം നടത്താൻ വരുന്ന ആൾക്കാരാണ്. അവർക്കല്ല പ്രശ്നം, അതായത് കേരളത്തിന് തന്നെയാണ് പ്രശ്നം. അതായത് നിക്ഷേപം നടത്താൻ വരുന്ന ആൾക്കാർ കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവിടെ നിക്ഷേപം നടത്താതെ പോകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ തൊഴിൽ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നിക്ഷേപകരെത്തുകയും അവരിവിടുത്തെ സാഹചര്യം നോക്കിയതിന് ശേഷം ഇങ്ങനെ ദൈനംദിനം നിരന്തരം വിവിധ ചെറിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരം നടത്തുന്ന ആൾക്കാരാണ് കേരളത്തിലെ തൊഴിലാളികൾ എന്ന് വിലയിരുത്തുകയും അതിനുശേഷം ഇവിടെ നിക്ഷേപം നടത്താതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു രീതിയിൽ നിക്ഷേപം നടത്താതെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാതെ ഇനിയും കേരളം തുടർന്നാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു അവസ്ഥ? ഇപ്പോൾ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കേരളം വിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. കേരള സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു. അവിടെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട IT ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളം വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബയോടെക്നോളജി ആയാലും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും തന്നെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളികളാണത് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ നിക്ഷേപകരില്ല, ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടില്ല. നിസ്സാരമായ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പണിമുടക്കുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു. ഇങ്ങനൊരു സവിശേഷമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളത്തിലേക്ക് നിക്ഷേപകർ എത്തിച്ചേരുക? അപ്പം ഇങ്ങനെ ഒരു പൊതു പണിമുടക്കിൻ്റെ സാഹചര്യത്തിലാണ് മുൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു കമ്പനി എത്തുകയും അവർ ഇവിടെ നിക്ഷേപം നടത്തുവാൻ വേണ്ടി സാഹചര്യമുണ്ടോ എന്ന് നിരീക്ഷിക്കുമ്പോൾ വന്ന ദിവസം തന്നെ ഇവിടെ സമരം കണ്ടിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും കേരളത്തിൻ്റെ പൊതുവിലുള്ള അന്തരീക്ഷം ഈ രീതിയിലാണ്. എന്തിനാണ് ഈ ഒരു സമരം എന്ന് പോലും തൊഴിലാളികൾക്ക് അറിയാത്ത ഒരു അവസ്ഥയാണ്. ട്രേഡ് യൂണിയൻകാർ സമരം ആഹ്വാനം ചെയ്യുന്നു, അവരനുസരിക്കുന്നു. കുറച്ച് നാൾ മുന്നേ ഒരു ട്രോളിലൊക്കെ പറഞ്ഞതുപോലെ 5 മിനിറ്റ് മതി, നിങ്ങൾക്ക് ഈ സാഹചര്യമൊക്കെ മനസ്സിലാകും, എന്താണ് ഈ സാഹചര്യമെന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു അവസ്ഥ. എന്തോ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ സത്യത്തിൽ തൊഴിലാളികൾക്കുള്ളത്. ഇതുകൊണ്ട് നേട്ടം സത്യത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കാണ്. അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. കാരണം തൊഴിലാളി നേതാക്കന്മാർ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായി മാറണം എന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഇവരെ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള സംഭവം. അതായത് തൊഴിൽ ഇടങ്ങളിലേക്കല്ലാതെ, തൊഴിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടി അല്ലാതെ തൊഴിലാളി നേതാക്കന്മാർ വളർന്നു വരുന്നുണ്ട്. ആ തൊഴിലാളി നേതാക്കന്മാർ എവിടെ നിന്നെങ്കിലും കൊണ്ട് ഇവിടേക്ക് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ വയറ്റിപ്പിഴപ്പിൻ്റെ കൂടി ഭാഗമാണിത്. അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കും. അത് CITUവിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം നോക്കുകൂലി വാങ്ങി ജീവിക്കുന്ന ആൾക്കാരാണിവർ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന INTUCയും CITUവിനൊക്കെ ഈ പ്രശ്നമാണ് ഏറ്റവും വലിയ രീതിയിൽ ഉള്ളത്. ഇതിലെന്താണ് പ്രശ്നമെന്ന് ഇരുത്തി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രശ്നവും ഇല്ല.
മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും അടിസ്ഥാന മിനിമം വേതനം നിയമപരമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇനി തൊഴിൽ സമയം 48 മണിക്കൂറാക്കണം. ഇത് കമ്പനികൾ മുതലെടുക്കും എന്നൊക്കെയാണ് ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. എങ്ങനെയാണത് 48 മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തൊഴിലുടമകൾ ഇത് മുതലെടുക്കുന്നതെന്ന് ആർക്ക് ആലോചിച്ചാലും പിടികിട്ടില്ല. ഇനി ജീവനക്കാരുടെ എണ്ണം 100 ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയൻ ആരംഭിക്കുവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിലവിലുള്ള ജീവനക്കാരിലെ 10% സപ്പോർട്ട് ചെയ്യണം. നിലവിലിപ്പോൾ 7 പേരുണ്ടെങ്കിൽ കൂടി യൂണിയൻ ആരംഭിക്കാം. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ ഏത് തൊഴിൽ സ്ഥാപനമാണ്, ആ തൊഴിൽ സ്ഥാപനം ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ കൂടിയും അവിടെ ഒരു യൂണിയൻ ആരംഭിക്കുവാൻ പറ്റും. അങ്ങനെ യൂണിയൻ ആരംഭിച്ചാൽ നിസ്സാരമായ പ്രശ്നങ്ങൾക്കെതിരെ പോലും ഇവർ സമരം നടത്തും. ഈ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ കഴിയുക? അപ്പോൾ രാജ്യത്ത് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാമൂഹ്യ വേതന, അടിസ്ഥാന ശമ്പളം, DA, റിട്ടേൺ അലവൻസ് എന്നിവ എല്ലാവർക്കും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. ESI 10-ൽ താഴെയുള്ളവർക്ക് തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിർബന്ധമല്ല. മറ്റെല്ലാ സാമൂഹ്യ സുരക്ഷയും എല്ലാ ജീവനക്കാർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ കോഡ് പ്രകാരം പ്ലാറ്റ്ഫോം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമൂഹിക സുരക്ഷ നിർബന്ധമാക്കും. എല്ലാ ജീവനക്കാർക്കും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിയമപരമായി തന്നെ അർഹരാക്കും. എന്തു തരം പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? സത്യത്തിൽ ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിലാളി യൂണിയൻ, അതായത് INTUC, CITU അടക്കമുള്ള ഇടത് വലത് പ്രത്യേക ട്രേഡ് യൂണിയനുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ളത്. അല്ലാതെ ഇത് തികച്ചും തൊഴിലാളി സൗഹൃദമായിട്ടുള്ള ഒരു തൊഴിൽ നിയമം തന്നെയാണ്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സർക്കാരുകൾ ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കും. അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് സത്യത്തിൽ രാജ്യവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ കാര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.